ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് ദേവേനയും ജയനൊക്കെ പോയി കഴിഞ്ഞപ്പോ നയനയ്ക്ക് ചെറിയ വിഷമം ഉണ്ടായി. കാരണം ആ അമ്മയും കൂടെ ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേങ്കിൽ അമ്മയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് ആദർശ് പറഞ്ഞു, അമ്മയ്ക്കും അച്ഛനും നല്ല വിഷമമായെന്ന് തോന്നേ. നയന് പറഞ്ഞു, അതെ, ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോ തന്നെ അവർക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടാ അമ്മ തിരികെ പോയത്. അമ്മയ്ക്ക് പോകാനായിട്ട് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ഭയങ്കര പേടിയാ. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അതെ, നിന്റെ കാര്യം ഓർത്തിട്ട് അമ്മയ്ക്ക് ടെൻഷനാ. നീ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുവാണല്ലോ, എപ്പോഴും ഒരാളുടെ സഹായം വേണമല്ലോ. അത് കേട്ടപ്പോ നയന പറഞ്ഞു, എന്നോടൊപ്പം ആദർശേണ്ണുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഇനി ഒരു പേടിയില്ല എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, ഞാൻ നിന്നെ കൂട്ടാതെ വന്നതിന്റെ കാരണമുണ്ട്, നിനക്കറിയാലോ. ചിലപ്പോ ഏത് സമയത്താ പുറത്തു പോകണ്ടെന്ന് അറിയത്തില്ല. അങ്ങനെ പുറത്തൊക്കെ പോണ സമയത്ത് നീ തനിച്ചാവൂലേ വീട്ടില്. അപ്പൊ അമ്മ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നയന പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മയെ വിളിച്ചോളാം, അല്ലെങ്കിൽ എന്റെ അമ്മയുണ്ടല്ലോ, അമ്മയെ ഞാൻ വിളിച്ചു വരുത്തി നിർത്തിക്കോളാന്ന് പറഞ്ഞു. പക്ഷെ ആദർശേണ്ണ ഇല്ലാതെ അവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, നമ്മുടെ ദൗത്യം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം, നമുക്ക് എന്നിട്ട് വേണം തിരികെ പോകാനായിട്ട്. മുത്തശ്ശന്റെ മനസ്സിൽ ഇപ്പൊ നല്ല വിഷമമുണ്ട്. കാരണം ഞാനായിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുത്തി വെച്ചേ. ആ ഡീൽ ഉറപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് മുത്തശ്ശൻ കുറെ തവണ എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച വരുംവരാഴികളെ കുറിച്ചൊക്കെ നന്നായിട്ട് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാ. പക്ഷെ ഞാൻ അത്ര അതിന് പ്രാധാന്യം കൊടുത്തില്ല. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്. അപ്പൊ എന്റെ കയ്യിലെ തെറ്റ്. മുത്തശ്ശന്റെ അച്ഛനും അവരായിട്ട് കാത്തു സൂക്ഷിച്ചുകൊണ്ട് വന്ന ആ പാരമ്പര്യമുള്ള ജ്വല്ലറി ഒരു കാരണവശാലും തകരാൻ പാടില്ല നയനെ. അത് കേട്ടപ്പോ നയന പറഞ്ഞു, ഒരു കാരണവശാലും തകരില്ല ആദർശേട്ടാ. ആദർശേട്ടൻ ധൈര്യമായിട്ടിരിക്കുക. നമ്മൾ സത്യസന്ധമായിട്ടല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ അതിന് ഒരു കോട്ടവും തട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അത് ശരിയാ, പക്ഷെ ഇപ്പൊ വരുന്ന എയർ ജ്വല്ലറിയുടെ കാര്യം അറിയാലോ. അവര് പണിക്കൂലി പോലും ഇല്ലാതെ സ്വർണം കൊടുത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവര് ഇത്ര പെട്ടെന്ന് തന്നെ ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കണേ. നയന പറഞ്ഞു, എത്ര കാലം അവർക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? അത് ശരിയാ. അല്ല, ഇപ്പൊ ഒരു പുതിയ ബ്രാഞ്ചസ് ഒക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് പോവല്ലേ, അത് നമുക്ക് വലിയ തിരിച്ചടി തന്നെയാന്ന് പറഞ്ഞു. നയന പറഞ്ഞു, നമ്മള് നേരെ പോന്നുള്ള ആൾക്കാരല്ലേ, ഒരിക്കലും ആരെ ചതിച്ചും വഞ്ചിച്ചൊന്നും അല്ല. മുത്തശ്ശനാണെങ്കിലും ആദർശേട്ടനൊക്കെ ആണെങ്കിലും ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് ആദർശേട്ടൻ പേടിക്കണ്ട. എത്ര കാലം കഴിഞ്ഞാലും സത്യത്തിന് മാത്രമേ വിജയം ഉണ്ടാകത്തുള്ളൂ. ആദർശ് പറഞ്ഞു, അത് ശരിയാ, എനിക്കൊരാഗ്രഹമുണ്ട്. ഒരു കാരണവശാലും ജ്വല്ലറി തകരാനായിട്ട് പാടില്ല. മുത്തശ്ശന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം. ഇനി മൂർത്തി ജ്വല്ലറി കുതിച്ചുയരണം. ഇപ്പോഴത്തെ ഈ തകർച്ച മാറിയിട്ട് കുതിച്ചുയരണം. അതാ എന്റെ ആഗ്രഹം. നയന പറഞ്ഞു, ഞാനില്ലേ ആദർശേട്ട ഒപ്പം. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, എനിക്കറിയാം, നീ എന്റെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്, എനിക്ക് ധൈര്യമുണ്ട്. പിന്നെ നന്ദു, കിരണും കല്യാണി ഒക്കെ ഉണ്ടല്ലോ. കിരണും കല്യാണി ഇടയ്ക്ക് എന്നെ വന്ന് കണ്ടായിരുന്നു. അവര് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് സപ്പോർട്ടുമായിട്ട് ഒരു കൂടെയുണ്ട്. പോരാത്തിന് നന്ദു, ആ ഗ്രീന എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ച് അവൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അധികം വൈകാതെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അവളെ പൊക്കുവാണെങ്കിൽ ഇതിന് പിന്നിൽ ആരാ ഉള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, ആദർശേട്ടൻ വിഷമിക്കണ്ട, നമുക്കതൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നയനയും ചേർത്ത് പിടിച്ച് ആദർശത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് അവിടുത്തെ ധാമു വന്നിട്ട് ചോദിച്ചു, അല്ല അപ്പൊ ഇനി ആഹാരോടെ വെക്കാലോ അല്ലേ? ആദർശ് സാറ് പുറത്തു പോകുന്നില്ലോ? ഇനി വെക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, ഞാനും കൂടെ വരാന്ന് പറഞ്ഞു. ധാമു പറഞ്ഞു, വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇതെനിക്ക് തന്നിച്ച് ചെയ്യാവുന്നുള്ളൂ. അല്ലെങ്കിലും മോളിങ്ങോട്ടേക്ക് വന്ന് പണി ചെയ്യാനൊന്നും അല്ലല്ലോ. മോൾ അവിടെ പോയി റെസ്റ്റ് എടുത്തോ, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതി, ഈ ധാമു തയ്യാറാക്കി തന്നോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, എന്നാ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് പോയി. ഈ സമയത്ത് ദേവേനയും ജയനും കൂടെ വീട്ടിലേക്ക് വരുവാണ്. ദേവേനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ദേവേനയുടെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോ ജയൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട ദേവേനി, ധൈര്യമായിട്ടിരിക്കുക. ആദർശല്ലേ കൂടെ, ഇപ്പൊ നയനമോളും കൂടെ ചെന്നിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് അവന് സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന്. അവനെങ്ങനെ ഒരിക്കലും പിന്മാറുന്നവനല്ല. അവന് അച്ഛന്റെ പാരമ്പര്യം കിട്ടിയിരിക്കുന്ന അറിയാലോ. അച്ഛന്റെ അതേ സ്വഭാവം തന്നെയാ. അങ്ങനെ വീണെടുത്ത് കിടന്ന് ഉരുളാൻ അവന് ഒരിക്കലും തയ്യാറാവത്തില്ല. അവിടുന്ന് എഴുന്നേക്കാൻ അവ ശ്രമിക്കത്തുള്ളൂ. അത് കേട്ടപ്പം ദേവേനി പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാൻ ചെയ്യട്ടാ, പക്ഷെ അവനും നയനമോളും ഇല്ലാതെ എനിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. സാരമില്ല, വിഷമിക്കണ്ട, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നയനമോൾ ആദ്യം വന്ന സമയത്ത് നിനക്കൊരിക്കലും അവളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ പതുക്കെ അല്ലേ അവളെ നീ സ്നേഹിച്ചു തുടങ്ങിയത്. ദേവേനി പറഞ്ഞു, അത് ചെയ്യേട്ടാ, കുറച്ചു കാലം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, അതിനുശേഷം അവൾ ഇങ്ങോട്ട് വരുമല്ലോ. നീ ധൈര്യമായിട്ടിരിക്കുക. പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ നിനക്ക് അവളെ പോയി കാണുകയൊക്കെ ചെയ്യാലോ. നീ സങ്കടപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ദേവേനെ ജയൻ ആശ്വസിപ്പിച്ചു. ആ സമയത്ത് മുത്തശ്ശന്റെ അടുത്തേക്ക് അജയനും ജാനയും കൂടെ ചെല്ലുവാണ്. ചെന്ന് സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശനോട് പറഞ്ഞു, അല്ലച്ചാ,
ആദർശനെ ഇങ്ങോട്ട് തിരികെ വിളിക്കുമായിരുന്നെങ്കിൽ. അത് കേട്ടപ്പോ മുത്തശ്ശൻ ചോദിച്ചു, എന്തിനാ അവനെ തിരികെ വിളിക്കുന്നേ? അതിന്റെ ആവശ്യം എന്താ? അല്ല, കമ്പനി കാര്യങ്ങൾ നോക്കാനായിട്ട് MD വേണ്ടേ? ഇപ്പൊ MDയുടെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുമല്ലേ, അതോ? കമ്പനി സ്ഥാനം നോക്കാനായിട്ട് പുതിയ MDനെ നിയമിക്കണമെന്ന് പറഞ്ഞു. ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് ആ സ്ഥാനത്ത് വേറെ ആരെയും കൊണ്ടുവരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടേക്ക് ഞാൻ അനിയെ നിയമിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ജാനകിക്ക് സന്തോഷമായി. ജാനകിയുടെ മുഖം തെളിഞ്ഞു. തന്റെ മോനെ കസാര കിട്ടാൻ പോവാണ്. പക്ഷേങ്കില് ജയൻ പറഞ്ഞു, അജയൻ പറഞ്ഞു, അല്ലച്ചാ, ഞാനൊരു കാര്യം ചോദിച്ചട്ടെ, അവന് അതിനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടോ? ആദർശിനെ പോലെ അത്ര സെറ്റ് ആയിട്ടില്ല അവന്. ആദർശിന്റെ കീഴിൽ അവൻ ഇത്രയും കാലം ജോലി ചെയ്തോണ്ടിരുന്നേ. അതെ, ഒരു ഉത്തരവാദിത്തം കിട്ടിക്കഴിയുമ്പോഴോ അവർ ആ രീതിയിൽ എങ്ങനെ ശോഭിക്കും നമുക്ക് പറയാൻ പറ്റുള്ളൂ. പഴയ അനിയല്ലല്ലോ, അവന് കുറെ മാറ്റം വന്നില്ലേ? അവന് കുട്ടികളെയായിട്ട് നടന്നല്ലേ? ഒടുവില് 5-6 ബ്രാഞ്ച് അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോ അവൻ അത് വൃത്തിയായിട്ട് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. ഉണ്ടച്ചാ, പക്ഷെ അതൊക്കെ ആദർശം കൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്ര. അപ്പം ആദർശിനെ നിർത്തേണ്ട സ്ഥാനത്ത് അവനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളൊക്കെ ഇല്ലേ, നിങ്ങള് ജയനും കൂടെ ഇല്ലേ? അപ്പൊ നിങ്ങളെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്താൽ മതി. ഉറപ്പായിട്ടും അവൻ ആ രീതിയിൽ നന്നായിട്ട് ശോഭിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ജാനകിക്ക് സന്തോഷമായി. പക്ഷെ അജയൻ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ചെറിയൊരു കാര്യമല്ല ഏറ്റെടുക്കാൻ പോകുന്നത്. കമ്പനിയുടെ MD ആന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര കാര്യമല്ല ആ സ്ഥാനത്തേക്ക് വരാന്ന് പറഞ്ഞാൽ. അത് ഇത്ര റിസ്ക് ഉള്ള കാര്യമാണ്. മുത്തശ്ശനാണെങ്കിലോ ആ കാര്യം തീരുമാനിച്ചും കഴിഞ്ഞു. പിന്നീട് അബിയും ജലജയ്ക്ക് ഇത് അറിയുവാണ്. അവർക്ക് സഹിച്ചില്ല. ജലജ പറഞ്ഞു, അനിയ ഒന്നുമല്ലേലും നിന്നേക്കാൾ വിളയതല്ലേ, എന്നിട്ട് അവൻ കേറി വരുന്ന കണ്ടോ? അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും അബി പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട, അനിയല്ലേ കേറുന്നേ, കമ്പനി എപ്പ തകർന്നെന്ന് ചോദിച്ചാൽ മതി. അത്രയും കഴിവുള്ള ആദർശേട്ടൻ കയറി ഇരുന്നിട്ട് കമ്പനിയെ മുന്നോട്ട് നയിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ AM ജ്വല്ലറി കത്തി കയറിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അനി കയറുന്നത്. കമ്പനി മൊത്തത്തിൽ താർന്ന് തരിപ്പണമാവും. അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, അങ്ങനെയാണ് പ്രശ്നമില്ല, അത് തന്നെ വേണോടാ മോനെ. കണ്ടു, ഒടുവിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോകും. അതൊക്കെ കണ്ട് നെഞ്ചു പൊട്ടിയായിരിക്കും മിക്കവാറും കാർന്നൂര് ചാവാനായിട്ട് പോകുന്നേ. ഇത്രയും കാലം തീറ്റ കൊടുത്താന്നൊരു ചിന്ത പോലും ഇല്ല ജലജയ്ക്ക്. കാരണം ജലജയുടെ മനസ്സിൽ അങ്ങനെ മാത്രമേ ചിന്തയുള്ളൂ, എങ്ങനെയും നശിച്ചു പോണം. മൂർത്തി ജ്വല്ലറി ഇരിക്കും കൊമ്പും മുറിക്കുന്ന ഒരു സ്വഭാവമാണ് ജലജയുടെ. ആ സമയത്ത് അവന്തിക ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനിയിപ്പൊ അനിയാണ് MD ആയിട്ട് വരാൻ പോകുന്നതെന്ന് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ അവന്തിക ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു, അനിയാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പം, പെട്ടെന്ന് തന്നെ കമ്പനി തകർച്ചയിലേക്ക് പോയിക്കോളും. അത് മാത്രല്ല, ഇപ്പൊ കുടുംബത്തിൽ തന്നെ പല പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത്. ആദർശം നയനയും പോയല്ലോ, അപ്പൊ അതിന്റെ പേരില് മുത്തശ്ശനും തമ്മിൽ അത്ര രസത്തിലില്ല. അതുപോലെ തന്നെ ദേവയാനിയും ജയനും തമ്മില്, കാരണം അവർക്കിടയിലും വാക്കുതർക്കം വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ പറഞ്ഞു വിട്ടിട്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ രണ്ടുപേർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവും. കുടുംബത്തിലും പ്രശ്നം ഉണ്ടാകും, കമ്പനിയിലും പ്രശ്നം ഉണ്ടാകും. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് നേരെ നാഗേന്ദ്രനെ കാണാൻ ചെല്ലുവാണ് അവന്തിക. ചെന്നിട്ട് നാഗേന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയണം. അച്ഛാ, ഇനി അടുത്ത MD ആരാന്നറിയാവോ? അനിയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നാഗേന്ദ്രൻ ചിരിച്ചു. എന്റെ മോളെ, അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായെന്ന് പറഞ്ഞു. എന്താ വെച്ചാ, അനിയല്ലേ, അവൻ ഈ പറയുന്ന കഴിവും കാര്യങ്ങളൊന്നുമില്ല. ഒരു കമ്പനിയെ മുന്നോട്ട് നയിക്കാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ആദർശ് വരാതിരുന്നാൽ മാത്രം മതി. കാരണം ഈ പറയുന്ന ആദർശ് അനന്തമൂർത്തിയെ പോലെയാണ്, കഴിവുള്ളവനാണ്. അവനാണ് ആ കമ്പനിയെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുള്ളത്. പക്ഷെ അനി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാൽ അവിടെ ശോഭിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവന്തി പറഞ്ഞു, അല്ല, ആദർശന്റെ സപ്പോർട്ട് എനിക്ക് കിട്ടിയാലോ? അതിന് അനന്തമൂർത്തി സമ്മതിച്ചിട്ട് വേണ്ടേ? MD കസല്ല അനിയല്ലേ ഇരിക്കുന്നേ. പോരാത്തന്നെ ആദർശ് ആ വീട് വിട്ടു പോയല്ലോ. ഇപ്പൊ നയനെ ഇറങ്ങിയില്ലെന്ന് ചോദിച്ചു. അതെ, അപ്പൊ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പൊ ആദർശ് പെട്ടെന്നൊന്നും ആ വീട്ടിലേക്ക് കയറാൻ പോകുന്നില്ല. അതുകൊണ്ട് മോള് ധൈര്യമായിട്ടിരിക്കുക, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, അത് മാത്രമല്ല, ഇപ്പം മുത്തശ്ശനും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആദർശേട്ടനെ നയനേച്ചയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന്റെ പേരില് മുത്തശ്ശനെ എപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട്. പഴയതുപോലെ ഒന്നും അല്ലാന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ നടക്കട്ടെ, അവർ തമ്മിൽ അങ്ങനെ വഴക്കുണ്ടാക്കട്ടെ, ജയനും ദേവേനും തമ്മിൽ അടിയുണ്ടാകട്ടെ. അത് മാത്രമല്ല, അനിക്ക് MD സ്ഥാനം കൊടുത്തതിന്റെ പേരില് ആദർശവും അനിയും അവർ തമ്മിൽ ഒരു പോരാട്ടം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവണം. ഇത്രയും കാലം തലയെടുപ്പോടി നടന്നല്ലേ അനന്തമൂർത്തി, ഇനി അയാളെ തല താഴ്ത്തി നടക്കട്ടെ. ഇപ്പൊ ക്ലബിലേക്ക് പോലും വരാറില്ല. എന്താണെന്നറിയാവോ? ക്ലബിലേക്ക് വന്ന നാണക്കേടാ. ഈ പറയുന്ന ഡേവിഡൊക്കെ ഇടയ്ക്ക് ക്ലബിൽ പോവാറുണ്ട്. അത് കേട്ടപ്പോ അവന്തിക പറഞ്ഞു, അത് തന്നെ വേണോ അച്ഛാ? പിന്നെ അമ്മയുടെ അഭിയേട്ടന്റെ സ്വഭാവം അറിയാലോ. അവർക്ക് അച്ഛനെ
ഇതുവരെയായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഇടയ്ക്ക് അമ്മയോട് ചോദിച്ചു നോക്കിയാണ് അച്ഛനെ കുറിച്ച്. അത് കേട്ടതും നാഗേന്ദ്രൻ പറഞ്ഞു, മോളെ അത്ര പെട്ടെന്നൊന്നും അവൾ അടുക്കില്ല. പിന്നെ ഞാനിപ്പം ഏൻ ജ്വല്ലറിയുടെ ഓണറാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഉറപ്പായിട്ടും വരും. പണത്തിന് മീതെ പരുന്തും പറക്കില്ലെന്നല്ലേ പറഞ്ഞേ. അവന്തി പറഞ്ഞു, അത് ശരിയാ, പക്ഷെ ഇപ്പഴൊന്നും പറയണ്ടച്ചാ. ഇല്ലില്ല, ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ എനിക്കൊരു ജോലി കൊടുക്കാവുന്നുള്ളൂ കമ്പനിയില്. പക്ഷെ ഇപ്പൊ അത് ചെയ്യുന്നില്ല. ഇച്ചിരി കൂടെ അങ്ങോട്ട് പോട്ടെ, കള ഒന്ന് മൂക്കട്ടെ, അതിനുശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ ആ സന്തോഷത്തിലായിരുന്നു. ഈ സമയം അണിയറയില് ആദർശ് പുതിയ കരുക്കളൊക്കെ നീക്കുക. കാരണം എത്രയും പെട്ടെന്ന് ഇതിന് പിന്നിൽ ആരാ ഉള്ളതെന്ന് കണ്ടെത്തണം. ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെ നയനെ ആദർശിനോടൊപ്പം ചേരുവാണ് ഈ സത്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിട്ട്. കാരണം ഏൻ ജ്വല്ലറി ആണോ തങ്ങളെ തകർക്കാനായിട്ട് മുന്നിലുള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.